ഹേ ഹലോ എവ്രി വൺ നമസ്കാർ. അങ്ങനെ 8ന്റെ പണികളും കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടുള്ള ഫൺ ഫാലമിയുടെ ഫൺ റൈഡിന് എത്തിയുള്ളത് വൈപ്പിൻ നായരമ്പലത്താണ്. അപ്പോൾ നമ്മൾ വിളിച്ചുള്ളത് വിൻസി ചേച്ചിയാണ്. വിൻസി ചേച്ചി ആർക്കാണ് പണിയെടുക്കാൻ പോകുന്നത്, എന്ത് പണിയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നിങ്ങളെപ്പോലെ എനിക്കുണ്ട്. അപ്പോൾ പോയി നോക്കിയാലോ. വിൻസി ചേച്ചി നമ്മൾ പരിചയപ്പെട്ടു, പക്ഷെ ഫൺ ഫാലമിനെ ഫണ്ണാക്കുന്ന അടുത്ത കക്ഷിയോടെ നമ്മളിപ്പോൾ പരിചയപ്പെടാനുള്ള സമയം കൂടിയാണ്. നമസ്കാരം, പേര് എങ്ങനെയായിരുന്നു? സിജോഷിനാണ് ഇപ്പോൾ വരുന്ന കാണുന്ന ബോർഡ് അല്ലേ? ജോഷ് കാറ്റേഴ്സ്. ഓക്കെ, അപ്പൊ എത്ര വർഷമായി ഇപ്പോൾ? വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയാണ് ഈ പരിപാടി. എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളുണ്ട്, പുള്ളിക്കാരത്തി പാചകക്കാരത്തി. ഓക്കെ, അങ്ങനെ പുള്ളിക്കാരത്തിയുടെ കൂടിയാണ് ഞാൻ ഇതിനകത്തേക്ക് വരാനുണ്ടായത്. ഓക്കെ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു കാറ്ററിംഗ് തുടങ്ങി. പിന്നെ ഒരാളെയും കൂടി അതിനകത്തേക്ക് എടുത്ത്, ഒരു പാർട്ണർഷിപ്പിൽ ഒരാളെയും എടുത്ത്, ആൽബർട്ട് എന്ന അവളുടെ പേര്. പുള്ളിയും ഇപ്പൊ എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ പുള്ളിയാണ് ഈ പേര് നിർദ്ദേശിച്ചത്. ഈ ജോഷ് എന്ന് പറഞ്ഞ പേര് ഇടാൻ പുള്ളിക്കാരത്തി. ശരി, ഈ പാർട്ണർക്ക് വലിയ നിർബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആളുടെ പേരും കൂടി വരണം? പുള്ളി എൻ്റെ ഒപ്പം എൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ഇതിനകത്ത് വരുന്നത്, ഈ പാചകത്തിലേക്ക് വരുന്നത്. അപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞ ഒരു ആശാനെ പോലെ തന്നെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരന് പേരിൽ ഒന്നും വിഷയമൊന്നുമില്ല. പുള്ളിക്കാരൻ എൻ്റെ പേര് തന്നെ ഇടണമെന്ന് പുള്ളിക്കാരനാണ് നിർദ്ദേശിച്ചത്. മേൽനോട്ടം ഇവിടെ ഉണ്ട്, ഫുള്ളാണ് മേൽനോട്ടം വെച്ചാൽ പുള്ളിക്കാരത്തിയാണ് ഇതിന്റെ മേൽനോട്ടം കംപ്ലീറ്റ് വഹിക്കുന്നത്. ഞങ്ങളവിടെ കിച്ചണിലാകുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങള്, പൈസയുടെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വകുപ്പ് ഇവിടെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? ശരിക്കും കുറച്ച് ഫോട്ടോസുകളൊക്കെ കാണുന്നുണ്ട്. വീട്ടിലെ എന്റെ അമ്മച്ചുണ്ട്, സിജോന്റെ അമ്മച്ചുണ്ട്. ഞങ്ങൾക്ക് 2 മക്കള്, പെൺകുട്ടികളാണ്. ഒരാള് 10th പഠിക്കണം, ഒരാൾ +2 പഠിക്കണം. യെസ്, അപ്പൊ വിശേഷങ്ങളൊക്കെ കേട്ടു. നീ കാര്യത്തേക്ക് കിടക്കണ്ടേ? ഇങ്ങനെ ഇരിക്കാ മതിയോ? പണി കൊടുക്കണ്ടേ? തീർച്ചയായും കൊടുക്കണം. യെസ്, പണി എന്താന്ന് പറഞ്ഞേക്കുമ്പോ പണി കൊടുക്കണം തോന്നാൻ കാരണം എന്താ? അത് കേക്കട്ടെ. എന്താ? പുള്ളി എല്ലാവർക്കും കൊണ്ട് പണി അടിപ്പിച്ചല്ല ശീലമുള്ളു. അപ്പൊ നമുക്കൊന്നൊരു പണി കൊടുക്കാല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് പണി കൊടുക്കണ്ടേ പുള്ളിക്ക്? നമുക്ക് എന്ത് പറഞ്ഞാലും പുള്ളി ഉണ്ടാക്കും. ഫുഡ് ഉണ്ടാക്കിയാണോ? സിമ്പിൾ പരിപാടിയാവില്ലേ? പുള്ളി എല്ലാ ഐറ്റം ഉണ്ടാക്കുന്നല്ലേ? അപ്പൊ അതില് കുറച്ച് ഞാൻ ഇതുവരെ ഉണ്ടാക്കി കാണാത്തൊരു സാധനം ചപ്പാത്തി. ഓക്കെ, അപ്പൊ അത് ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ഡിന്നറിന് ചപ്പാത്തിയാണ് എല്ലാ ദിവസവും. ഓക്കെ, അപ്പൊ ഞാൻ ഉണ്ടാക്കണ പോലത്തെ ചപ്പാത്തി എനിക്ക് ഉണ്ടാക്കി തരണം. കിട്ടണം. ചുമ്മാ ചപ്പാത്തി ഗെയിം ഒക്കെ പുള്ളി കളിക്കണം. ചപ്പാത്തി മാറ്റി ഇടിയപ്പം വെക്കണം, മാവൊക്കെ എടുത്ത് കുഴച്ച് സെറ്റാക്കി ചെയ്യിപ്പിക്കണം. ഇടിയപ്പം വെക്കണം. അത് ഇതാണ്, ചപ്പാത്തി ഉണ്ടാക്കിയ പോരാ, ടേസ്റ്റ് ഉണ്ടായി മാത്രം പോരാ, അവിടെ ഉണ്ടാക്കി തരാൻ ചപ്പാത്തിയുടെ അതേ ഫീല് കിട്ടണമെന്നും കൂടി ഉണ്ട്. അല്ലെങ്കിൽ ഗെയിം കളിക്കേണ്ടി വരും. കളിക്കണോ? ഇത് സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോ മുഴുവൻ പണികളാണല്ലോ. ഇപ്പൊ പണി കൊടുത്തു കഴിഞ്ഞാൽ, പണി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് കൊടുക്കുന്നു? ആളെ കൊണ്ടാണ് ഗെയിം കളിപ്പിക്കാറ് അല്ലെ? ഇപ്പൊ എന്നാലും ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ട്, കാരണം നന്നായി കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ കുറച്ച് ഈസി പരിപാടിയാണ്. ഇനി എങ്ങാനും കുക്ക് ചെയ്തിട്ട് ചേച്ചി ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ, ചേച്ചി ഉണ്ടാക്കിയ ടേസ്റ്റ് ഇല്ലെങ്കിൽ, ചേച്ചി പറഞ്ഞ മാതിരി ഡീല് നമ്മൾ ഉറപ്പിക്കും. ഗെയിം ചേട്ടൻ തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രശ്നമില്ല അല്ലെ? പണികൾ ഏറ്റുവാങ്ങി ശീലമായ ആള്. ഓക്കെ, അപ്പൊ എന്തായാലും പോയാലോ? അപ്പൊ ആദ്യത്തെ കടമ്പിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. റെഡി? അപ്പൊ നടന്നോളൂ. കിച്ചൺ എവിടെയും ചോദിക്കേണ്ട ആവശ്യമില്ല. പുറത്തോട്ട് കിച്ചണിൽ പോകരുത്, അകത്തെ കിച്ചണിലോട്ട് പോവാം. ഓക്കെ, യെസ്. കിച്ചൺ തന്നെ പരിപാടിയാണല്ലോ. അതെ, കിച്ചൺ തന്നെ ഇത്ര സ്പേസിൽ കാണുന്ന വളരെ അപൂർവമാണ്. യെസ്, അപ്പൊ എന്താ പരിപാടി നീ? അപ്പൊ നമുക്കൊരു ചപ്പാത്തി ഉണ്ടാക്കാനാണ് എനിക്ക് തന്നേക്കുന്ന ഒരു പണി. കാര്യത്തേക്ക് പോവാം. ചെയ്യാം. ചപ്പാത്തി ചൂടാനുള്ളത് എടുക്കുന്നതിനേക്കാൾ മുമ്പ് കുഴക്കണ്ടേ? ഏകദേശം എത്ര പേർക്ക് കഴിക്കാനുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്? എത്ര ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിൽ ഉണ്ടാക്കാം, കുഴപ്പമില്ല. പക്ഷെ ശരിയായില്ലെങ്കിൽ ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ട്. വല്ലാതെ എളിമ കാണിക്കുന്നുണ്ടല്ലോ. നമ്മള് പൊടിപ്പിക്കാറുണ്ടോ ഗോതമ്പ്, അതോ ഗോതമ്പാവ് വാങ്ങുമോ? റെഡിമെയ്ഡ് ഗോതമ്പാവ് വാങ്ങും അല്ലേ? ആവശ്യത്തിനെടുത്താൽ മതിയാവും. ചപ്പാത്തിയിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി എടുത്തു. ഇനി ആ ഗോതമ്പ് പൊടിയിൽ എന്തൊക്കെ ഇടും? ഉപ്പ്. ഓക്കെ, കറക്റ്റ് ആവണം. ജോഷ് കാറ്റേഴ്സിന്റെ ക്ലയൻസ് മുഴുവൻ പരിപാടി കാണും. ഓക്കെ, കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഓക്കെ, വെള്ളം വെളിച്ചെണ്ണ മിക്സ് ചെയ്യും അല്ലേ? കയ്യിൽ നിന്ന് പൊടിക്കൈ ഇട്ടതല്ലോ.
സാധാരണ ചൂടുവെള്ളം ഒഴിക്കുക കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ, അങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഉണ്ട്. നമുക്ക് മാക്സിമം പണി എളുപ്പമാക്കാല്ലേ. അല്ല തനിക്ക് തിരക്കൊന്നുമില്ലല്ലോ, നിന്ന് പോവാം. വെള്ളമൊക്കെ ചൂടാക്കി ഉണ്ടാക്കി നോക്കാം. ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അടുത്ത പൊടിയിലേക്ക് തൽക്കാലം നമുക്ക് ഇത് വെച്ച് ചെയ്യാം. അല്ല സാധാരണ അങ്ങനെ ചെയ്യാറില്ലേ? ശരിയല്ലേ? അല്ല കേട്ടത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി കുഴക്കുന്നതിലാണ് കാര്യം അല്ലേ? അതെ. ചേച്ചി പറയേണ്ട ദിവസം ചപ്പാത്തി മെയിൻ പരിപാടി എന്നുള്ളത്. ചപ്പാത്തിയാണ് കഴിക്കുന്നു? ചപ്പാത്തിയാണ് ഇന്നും കഴിക്കാൻ ഇഷ്ടം? രാത്രി ചപ്പാത്തി. അത് ഡയറ്റിന്റെ പ്ലാനിൽ ഭാഗമായിട്ട് അതോ ചോറധികം ഇഷ്ടമല്ലേ പൊതുവെ? ഇല്ല, ചോറ് കുറച്ചതാണ്. അല്ലെങ്കിൽ പൊതുവെ കഴിക്കാൻ എന്താ ഇഷ്ടം? അല്ലെങ്കിൽ പണ്ടൊക്കെ 3 നേരം ചോറായിരുന്നു. ചോറും മീൻകറിയൊക്കെ പിടിച്ചൊരു പിടുത്തം. അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് പിന്നെ മീൻ കിട്ടാൻ ക്ഷാമല്ലോ അല്ലെ? നല്ല ഫ്രഷ് മീൻസ് കിട്ടുമല്ലോ മാർക്കറ്റിൽ. ഓക്കെ, കുഴച്ചു. ഇനി എന്താ കവർ ചെയ്യാനാണോ ഇത്? നമുക്ക് ഒന്ന് ഇവിടെ എനിക്ക് പരത്താനായിട്ടേ. താഴേക്കല്ലേ? അതെ. ശരിക്കും നമ്മള് മുമ്പ് ചപ്പാത്തി പലക പലകയിലാണ്. ഈ പലക പിന്നെ കഴുകി വെക്കാനും സംഭവം ചെയ്യണം. അതെ തന്നെ. ഇതാകുമ്പോഴേക്കും എളുപ്പം കഴിഞ്ഞല്ലോ. കറക്റ്റ് സമയത്ത് നിന്ന് ചിലപ്പോ അമ്മമാര് വെളിച്ചെണ്ണൊക്കെ പറ്റി ചെയ്യണ കാരണം അങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. പരത്തിക്കോ, പരത്തുമ്പോ മനസ്സിലുണ്ടായിക്കോട്ടെ. ചേച്ചി നല്ല ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രമല്ല പറഞ്ഞല്ലേ, ആ ടേസ്റ്റ് കൂടെ കിട്ടണം എന്നുള്ളതാണ് ഡിമാൻഡ്. അതെ, കാരണം കാണാൻ കൂടി ഭംഗിയായിരിക്കാന്നുള്ളതുണ്ടല്ലോ. അപ്പോ അതായില്ലാന്നുണ്ടെങ്കിൽ പണി തിരിച്ച് തന്നെ നമുക്ക് തന്നെ കിട്ടും. ഗെയിം കൂടെ ചെയ്യേണ്ടി വരും. നന്നായി ചേച്ചിയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. ആദ്യം ഏറ്റവും കെട്ടുണ്ടാക്കുന്ന ചപ്പാത്തി നന്നാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ. വലിയ പണിയാണ്ട്. ചപ്പാത്തിയും കൂടിയിട്ട് അതെ. ഈ ചേച്ചിയൊക്കെ ഉണ്ടാക്കുന്നത് 2 കൈ വെച്ച് തന്നെയാട്ടാ. നമുക്കത് ഡൈനിങ് ടേബിളിൽ കിട്ടുമ്പോ വലിയത് ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം. പക്ഷെ അവരൊക്കെ 2 കൈ വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ എളുപ്പമാണ്. ഒരു കൈ ഇവിടെ പിടിക്കായിരുന്നു. അതെ, 2 കൈ കൊണ്ട് പരത്താനും. പരത്തി കഴിഞ്ഞാ നമുക്ക് വേണ്ടതൊരു ചപ്പാത്തിയാണ്. ശ്രീലങ്കയുടെ ബോർഡല്ല. യെസ് ഉണ്ടാക്കി വയ്ക്കൂ. രണ്ടാമത്തെ ചപ്പാത്തിയിലേക്ക് വരുമ്പോഴേക്കും പക്ഷെ ഞാൻ ആദ്യം കാണിക്കാൻ പോണത് ഈ ചപ്പാത്തി ആയിരിക്കും. സെറ്റായോ കിടന്നിട്ട്? ഭയങ്കര റിസ്ക് പരിപാടിയാണ്. അതെ. നയം ചെയ്യേണ്ടി വരും, ചുളിച്ചിലുണ്ട്. ഏത് രാജ്യത്തിന്റെയാണെന്ന് പറയാൻ പറ്റും? നമുക്ക് എന്തുവാണല്ലോ, നമുക്ക് ചേച്ചി കൊണ്ട് പറയിപ്പിക്കാം. നല്ലത് കുറച്ചുകൂടെ. ഓരോ രാജ്യത്തിനെ ഞാൻ അല്ലാണ്ട് ഇത് റൗണ്ട് അല്ലാണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ലില്ല, ഞാൻ അങ്ങനെ ഒരു നിർബന്ധം പറയുന്നില്ല. കേരളത്തിന്റെ ഇതായിട്ടുണ്ടാകും. കുറച്ച് നീളത്തിലാക്കാം അല്ലെ? അപ്പൊ എന്തായാലും 2-3 ചപ്പാത്തി ചേച്ചി കഴിക്കാൻ മതിയായിരിക്കും അല്ലേ? അപ്പൊ ഒരു ചപ്പാത്തി ആയിട്ടുണ്ട്. 2 കൂടി നമ്മള് ചൂടിക്കണം. നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി ഏതാണ്ടൊക്കെ ഒരു മോഡൽ ആയിട്ടുണ്ട്. ഞാൻ ഇത് 2 പ്ലേറ്റ് എടുത്തിട്ട് വരും. ഇത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഓക്കെ,
നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഞാൻ വേവുന്ന ഗ്യാപ്പിൽ വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറ്റാം. മൂന്നാമത്തെയും കൂടിയും അവസാനത്തെയും കൂടിയും പഠിക്കാം റെഡിയാക്കാം അല്ലേ? അല്ലേ? ലാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തുടങ്ങി വെച്ച് അവസാനം വരുമ്പോഴേക്കും ശരിയാവുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തി ശരിയായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ജോഷ് കാറ്റേഴ്സിൽ ചപ്പാത്തിയും കറികളും ഓർഡർ ചെയ്ത് നിൽക്കൂട്ടോ ആൾക്കാർ. ചപ്പാത്തി എന്തായാലും റെഡിമെയ്ഡാ വാങ്ങിക്കണം എല്ലാവർക്കും അറിയാം. അറിയാലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പിൽ കിട്ടാറുള്ളത്. അല്ല, ഈ ഇങ്ങനത്തെ ഒരു ടാസ്ക് ആണ് എനിക്ക് തന്നിട്ട് ഞാൻ ഹോട്ടലിൽ പോയി നോക്കി ഇതെനിക്ക് 12 മണി കിട്ടിയ റെഡി ആവുന്നില്ലേ? പക്ഷെ ഇത് ലാസ്റ്റിലേക്ക് പെർഫെക്റ്റ് ആയി. ഇത് തിരിച്ച് നമുക്ക് ചേച്ചി എങ്ങനെയും സ്കിപ്പ് ആവാനുള്ള പരിപാടിയാണ്. അത് മാറ്റിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളാണ്. ഇപ്പോഴാണ് ആ ഒരു നല്ല ചട്ടിയൊക്കെ ചൂടായ ഒരു ബബിൾസ് ഒക്കെ വന്നു തുടങ്ങി, പൊന്തി തുടങ്ങി. പരസ്യത്തിൽ കാണുന്ന ചപ്പാത്തി ആയി അല്ലേ? മൂന്നാമത്തേലാണ് ഏകദേശം കണ്ട സെറ്റ് ആയി തുടങ്ങിയത് അല്ലേ? ചപ്പാത്തി വരുന്നത്. അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. കണ്ടിട്ട് ആദ്യം സ്വയം എന്ത് തോന്നുന്നു? ചേച്ചിയെ കൊണ്ട് ഗെയിം കളിപ്പിക്കാൻ പറ്റിയത് സ്വയം കളിക്കേണ്ടി വരും. ഇപ്പൊ ഇതിനകത്ത് ഈ 3 ലാസ്റ്റത്തെ മാത്രമേ ഏകദേശം കഴിക്കാനുള്ള സെറ്റപ്പ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേതൊക്കെ ഒരു പക്ഷെ അതില് ചേച്ചി ഏത് കഴിച്ച് നോക്കാന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ആദ്യം ടേക്ക് തിരിച്ചിടേണ്ടി വരും. അതിപ്പോ മേലിട്ട് ആദ്യം കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ ചേച്ചിനെ വിളിച്ചാലോ? വിനു, വിനു ഓടി വാ, അതെ ചപ്പാത്തി റെഡി. ഓടി വന്നൂലോ. ഇങ്ങനത്തെ ചപ്പാത്തി ഇതുവരെ ഇങ്ങനെ തന്നെ. ഇനി എടുക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്നാണ് നമ്മള് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നത്. കണ്ടിട്ട് വേണ്ടായിരുന്നു, മറ്റേ ചപ്പാത്തി കഴിച്ചാ പോരെ? ഇത് കഴിച്ചിട്ട് ചേട്ടൻ തന്നെ പറയട്ടെ. അങ്ങനെയാണോ ചെയ്യണ്ടേ? അതെ, ഞാനെന്തായാലും നല്ല അഭിപ്രായം പറയും. അതെ, പക്ഷെ അത് സത്യസന്ധമായിട്ട് വരും എന്നുള്ളതാണ് ചേച്ചിയുടെ പ്രതീക്ഷ അല്ലേ? അതെ, പക്ഷെ ആ കടിക്കുന്നത് മുഖത്ത് ഭാവം തമ്മിൽ വ്യത്യാസമാണല്ലോ മാത്രം. ചേച്ചി കഴിച്ചിട്ട് പറയും, നോക്കട്ടെ. അങ്ങനെ ആയിട്ടുണ്ടോ? ചേച്ചി ഉണ്ടാക്കിയ പോലെ ആയിട്ടുണ്ടോ? ഷേപ്പ് അല്ല, ഷേപ്പ് ആയിട്ടില്ലെന്ന് ചേച്ചിയുടെ വന്നപ്പോഴുള്ള മുഖത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് എടുത്തിട്ട് കടിച്ചിട്ട് കൂടി ഇല്ല. ഇവിടെ എത്തിയിട്ട് ഇവിടെ തുണിക്കും പറഞ്ഞോണ്ട് ടേസ്റ്റ് ആയിട്ടില്ല. ആണോ? ആ കൈ തലേ വെച്ച് പറഞ്ഞ് ടേസ്റ്റ് ആയിട്ടുണ്ടോ? ചേച്ചി കാണുമ്പോ തന്നെ അത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പോട്ടെ, കുഴപ്പമില്ല, നിന്ന്. ഇനി ആയിട്ടില്ലല്ലോ, ഇനി ഇതില് ആയിട്ടുണ്ടോ? ആയിട്ടില്ല. ആ ടേസ്റ്റും ആയിട്ടില്ല, രൂപമായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എത്ര മാർക്ക് കൊടുക്കാം? 100 കൊടുക്കണം. പക്ഷെ 80 ഉണ്ടെങ്കിൽ കൊള്ളാം. ഇല്ല, ചേച്ചി സീലായിട്ട് തുടങ്ങി. ചേച്ചി ഒറ്റ കണ്ടീഷൻ പറഞ്ഞായിരുന്നുള്ളൂ, ചപ്പാത്തി ആവോ ടേസ്റ്റ് ആവാന്നുള്ളതല്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ആയില്ലെങ്കിൽ എന്ത് വേണം? കളിക്കണം. ഓക്കെ, അപ്പൊ കളിപ്പിക്കണ്ടേ? ചേട്ടനെ കൂടെ കളിപ്പിക്കണ്ടേ? അപ്പൊ ഇതിൽ തീരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ചപ്പാത്തി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് കേൾക്കണ്ടേ? പറയോ, ആയിട്ടുണ്ടോ? ഇല്ല, പഴയ ആ വാക്കാൽ അങ്ങനെ വരണം. ചേച്ചി ഉണ്ടാക്കുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയത് ആയിട്ടില്ല അല്ലേ? കേൾക്കണ്ടേ? ആ, പറഞ്ഞോ, അങ്ങനെ ആയിട്ടുണ്ടോ? വൈഫ് ഉണ്ടാക്കുന്ന പോലെ ചപ്പാത്തി ആയിട്ടില്ല. ഇല്ല, നാളെയും ജീവിക്കേണ്ടി വരും. യെസ്. അപ്പൊ എന്തായാലും ചേച്ചിയുടെ പറഞ്ഞ ഡീൽ പോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയ മാത്രം പോരാ, ഉണ്ടാക്കിയ ടേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഗെയിം കളിക്കേണ്ട ചേട്ടനാണ്. സോ ഡീൽ ഉറപ്പിച്ചു, ചേട്ടൻ ഗെയിം കളിക്കും, നമ്മൾ ഗെയിമിൽ കാണും അല്ലെ? അപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക്. ഹേയ്, വെൽക്കം ബാക്ക് ടു ഫൺ ഫാമിലി. അങ്ങനെ നമ്മുടെ ഫൺ ഫാമിലിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 പണികളും ഏറ്റുവാങ്ങാൻ പോലുള്ള അത്യപൂർവ മുഹൂർത്തമാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ആദ്യമേ തന്നെ അല്ലേ? ഭാര്യയ്ക്ക് വേണ്ടി. അതെ, കാരണം പലരും പണി തരാൻ വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. പക്ഷെ ആ പണി ഒരു പണിയിൽ ഒതുങ്ങില്ല എന്നുള്ളതാണ്. സോ ചപ്പാത്തി പണി കിട്ടി, ഇനി ഇതാ അടുത്ത പണിക്കുള്ളതാണ്. കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ചായ കുടിക്കാനായില്ലെന്ന് മനസ്സിലായി. ഉണ്ട്, ചായ കുടിക്കാൻ ഗ്ലാസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതല്ലാതെ ഗെയിം എന്താണെന്നുള്ള ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. സോ വളരെ സിമ്പിൾ പരിപാടിയാണ്. ഒരു കട്ടിയുള്ള പണി അവിടെ തന്നുകൊണ്ട് തന്നെ ഗ്ലാസ് ഇങ്ങനെ വെച്ചു, ഇനി നേരെ മേലോട്ട് വെച്ചു. ഓക്കെ, ഇത് ഇതുപോലെ
കണ്ടിന്യൂ ചെയ്തിട്ട് അതെ ഇതുകൊണ്ടൊരു കുത്തബ് മിനാർ പണിയണം. ഓക്കെ, ആ കുത്തബ് മിനാറിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്നും വീഴു പോകരുത്. ഒരൊറ്റ മിനിറ്റിൽ ഇത് തീർക്കും വേണം. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 ഗ്ലാസ് എങ്കിലും വീഴാതെ തട്ടാതെ വെക്കണം. ഇത് 1 മിനിറ്റിൽ തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യ കോമഡിയുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് അടിച്ചുകൊണ്ട് പോവാം. ഓക്കെ, റെഡി? അപ്പൊ പോയല്ലോ. അതാ കയ്യിൽ ആയതുകൊണ്ട് 1 മിനിറ്റ് സമയം അതിനുള്ളിൽ തീർക്കണം. റെഡി? സോ ഗൈസ്, നിങ്ങൾ റെഡി അല്ലേ? സോ 3, 2, 1, ഹിയർ വി ഗോ. യെസ്, സ്പീഡായിട്ട് വേണം. ഒറ്റ ഗ്ലാസ് വെച്ച് പോകാൻ പാടുള്ളൂ. ഉണ്ട്. വീണ്ടും അടക്കിയിട്ട് 1 മിനിറ്റ്. യെസ്, സ്പീഡായിട്ട് പോക്കോട്ടെ. 15 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. 4:01 സമയം കഴിഞ്ഞു. ഓക്കെ, സ്പീഡായി പോകണം. 2 ഗ്ലാസ് ഒരുമിച്ച് വരാതെ നോക്കണം. എത്തുമ്പോഴേക്കും ഏകദേശം 4 ഗ്ലാസ് കഴിയുമ്പോൾ ഏകദേശം 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. കൈ വരയ്ക്കുന്നുണ്ട്. 1 തീയതി അല്ല, സ്പീഡിൽ വെച്ചോ. യെസ്, വിറ കൂടുന്നുണ്ട്. ഗ്ലാസിനേക്കാൾ നന്നായിട്ട് വരയ്ക്കുന്നത് ചേട്ടൻ്റെ കൈയാണ്. റെഡി? 40 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആർട്ട് ഇത്തിരി കൂടുതലാണ്. ഓക്കെ, 2 എണ്ണം പാടില്ല. ഇനി മേലോട്ട് 2 വയ്ക്കുന്നവർ വെയിറ്റ് കൂടുകയേ ചെയ്യുള്ളൂ. 10 സെക്കൻഡ്സിലോട്ട് ആയിട്ടുണ്ട്. കൗണ്ട് ഡൗൺ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. സോ 5, 4, 3, 2, 1. ആ 1-ൽ അത് വെച്ചു. പക്ഷെ ഇവിടെ കുറച്ച് ഗ്ലാസ് ഉണ്ട് എന്നുള്ളതാണ്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ ആദ്യത്തേൽ പാളിയല്ലേ? ആദ്യം തന്നെ കുറച്ച് നമ്മൾ തറവണിക്കുമ്പോൾ കുറച്ച് കട്ടിയിലിടാൻ വേണ്ടി 2 ഗ്ലാസ് വെച്ചതാണ്. പക്ഷെ നമ്മുടെ ഗെയിമിന്റെ റൂളിൽ ഇത് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു അല്ലെ? ഏത് കുറച്ചുകൂടി വിഷമമായി? ചപ്പാത്തി പാളിയപ്പോഴാണോ ഇത് പാളിയപ്പോഴാണോ വിഷമായി? അത് പാളിപ്പിച്ചതാണ് അല്ലേ ചേച്ചി വന്നിട്ട്? യെസ്, പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മുടെ സൂര്യ കോമഡിയുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് മാത്രം മിസ്സാവും. പക്ഷെ ഞങ്ങൾ നിരാശപ്പെടുത്തില്ല. ഞങ്ങൾ ഹാപ്പി ആക്കിയിട്ട് കുറേ അധികം ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടേ വിടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പണി തന്നാളെ വിളിച്ചാലോ? അങ്ങനെ ഫൺ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ പണി കൊടുത്തതിന്റെ സന്തോഷം ആർക്കാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് അല്ലെ, അത് വിൻസി ചേച്ചിക്ക് ആയിരിക്കും. ആ ചിരി നോക്കിയാൽ അതാ നേരത്തെ ചപ്പാത്തി കഴിക്കുമ്പോൾ ഈ ചിരി ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഗെയിം കണ്ടായിരുന്നോ? ഇല്ലേ? ആണ്, ജസ്റ്റ് മിസ്സിംഗ് ആയിരുന്നു. ഒരു ആവേശം പറ്റുമായിരുന്നു. അത് ആവേശത്തിന് കൊടുത്തുള്ള ഗെയിം ആണെങ്കിൽ ഞാനാണെങ്കിൽ കപ്പടിച്ചേനെ തോന്നിയോ? ഞാൻ പ്രതീക്ഷിച്ച് കപ്പടിക്കുന്നു. അല്ല, ചേട്ടൻ ചെയ്യുമ്പോഴാണോ ഞാൻ ചെയ്യുമ്പോ? ഇല്ല, ചേട്ടൻ ചെയ്യും. ചേട്ടൻ ചെയ്യുമ്പോ അതെ, അതുകൊണ്ട് കൊടുത്തതാണോ? പക്ഷെ അത് നിന്ന് ലാസ്റ്റിലേക്ക് മാത്രം സമയത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് കുറെ അധികം ഗിഫ്റ്റ് നമുക്ക് ഇപ്പോ വാങ്ങാം. റെഡി? തരട്ടെ? ഓക്കെ, സോ ദ ഗിഫ്റ്റ്സ് എല്ലാം റെഡിയാണ്. ഏത് പ്രായക്കാർക്കും പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന പ്രകൃതിദത്തമായിട്ടുള്ള മധുരം, സ്വീറ്റ്, ഹെൽത്തി സ്വീറ്റ്. അപ്പോൾ ഇനി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും ഒക്കെ കലർപ്പില്ലാത്ത മധുരം നൽകൂ. സൗത്ത് ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LGO ബാത്ത്വെയർ ബ്രാൻഡിന്റെ ഒരു കിടിലൻ പ്രോഡക്റ്റ് ആണ്. സോ ഇത് വാങ്ങിക്കോളൂ. ആൻഡ് ഫൈനലി സൂര്യ കോമഡിയുടെ ഒരു കിടിലൻ ഗിഫ്റ്റ്. കുറച്ച് വെയിറ്റിൽ ഗിഫ്റ്റ് ആണ്. 2 പേരുടെ 2 കൈയും കൂടി വേണം. സോ ഹാപ്പി. ആ സന്തോഷം അവിടെ വരുന്നില്ലല്ലോ അല്ലേ? സന്തോഷം മുഴുവൻ ഇവിടെയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ പണികൾ അല്ലെ അത്രത്തോളം രസകരമായിട്ടുള്ള കുറെ അധികം സമയത്തിലൂടെ പോയ ഒരു ദിവസം കൂടിയായിരുന്നു. ആദ്യമായിട്ട് ഒരാൾക്ക് തന്നെ 2 പണി കിട്ടി എന്നുള്ള സവിശേഷമായ കാര്യം കൂടിയുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു പണിയും ഡബിൾ പണിയൊക്കെ കൊടുക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐഡിയിൽ പെട്ടെന്ന് ഡീറ്റെയിൽസ് അയച്ചോളൂ. ഞങ്ങളും ഇതുപോലെ നിങ്ങൾ തേടി വരും. അപ്പോൾ പുതിയ പണികളും പുതിയ കാഴ്ചകളുമായിട്ട് അല്ലെ അടുത്തൊരു എപ്പിസോഡിൽ കാണാൻ നേരം ഒരു ടാറ്റ കൊടുത്തവിടെ. ബൈ.